നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. നരേന്ദ്രമോദി ഒരു മനുഷ്യനാണെന്നും ഇന്ത്യ ഒരു ഗംഭീര രാജ്യമാണെന്നും നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ട്രംപിനെ ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ചുള്ള മോദിയുമായുള്ള സംഭാഷണത്തിനിടയിലാണ് ട്രംപ് ഇക്കാര്യം സൂചിപ്പിച്ചത്. ഇന്ത്യയെയും മോദിയെയും കുറിച്ച് പറഞ്ഞതെന്ന് വാർത്താ ഏജൻസിയായ NIA ആണ് റിപ്പോർട്ട് ചെയ്തത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ശേഷം തന്നെ ആദ്യം വിളിച്ച ലോക നേതാക്കളിൽ ഒരാൾ നരേന്ദ്രമോദിയാണെന്നും ലോകമൊട്ടാകെ മോദിയെ ഇഷ്ടപ്പെടുന്നുവെന്നും ട്രംപ് പറഞ്ഞതായും ANI റിപ്പോർട്ട് ചെയ്യുന്നു. പോലീസിനെ രാഷ്ട്രീയമായി CPM ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. അർദ്ധരാത്രിയിൽ പാലക്കാട്ടെ ഹോട്ടലിൽ താമസിച്ച കോൺഗ്രസ് വനിതാ നേതാക്കളുടെ മുറിയിൽ റെയ്ഡിന് എത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ സെർച്ച് നടത്തുന്നത് സംബന്ധിച്ച് BSNL-SS നിർദ്ദേശിക്കുന്ന ഒരു നടപടിക്രമവും പാലിച്ചില്ലെന്നും പരാതിയിലുണ്ട്. പരിശോധനയ്ക്കെത്തിയ പോലീസ് സംഘത്തിനൊപ്പം ADM, RDO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇല്ലായിരുന്നു എന്നതും നിയമവിരുദ്ധമാണെന്നും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും നിയന്ത്രണവും നിലനിൽക്കെ പോലീസിനെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് സർക്കാരിന് നേതൃത്വം നൽകുന്ന CPM ശ്രമിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പരാതിയിൽ ചൂണ്ടിക്കാട്ടി. പാലക്കാട് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉയർന്ന കള്ളപ്പണ ആരോപണങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് തേടി. പാലക്കാട് ജില്ലയുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള കലക്ടറോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. റിപ്പോർട്ട് ലഭിച്ച ശേഷമാകും തുടർ നടപടി. പാലക്കാട് നടന്ന റെയ്ഡിൽ കോൺഗ്രസുകാരുടെ വാദങ്ങൾ പൊളിയുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. BJPയും കോൺഗ്രസും ഇന്ത്യയിലും കേരളത്തിലും കള്ളപ്പണം ഒഴുക്കിയതിൻ്റെ ചരിത്രമാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നും MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. കള്ളപ്പണം കൊണ്ടുവന്നവരെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും പാലക്കാട് BJP കള്ളപ്പണം കൊണ്ടുവന്നു എന്നതിന് ഞങ്ങളുടെ പക്കൽ നിലവിൽ തെളിവില്ലെന്നും എന്നാൽ തെളിവ് കിട്ടിയാൽ പരാതി നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് പാലക്കാടേക്ക് കള്ളപ്പണം കൊണ്ടുവന്നു എന്നത് പകൽ പോലെ വ്യക്തമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ പറഞ്ഞു. കള്ളപ്പണ ഇടപാടുകളെ പോലീസും CPMലെ ഒരു വിഭാഗവും സംരക്ഷിച്ചുവെന്നും റെയ്ഡ് വിവരം ചോർത്തി നൽകി അരമണിക്കൂർ സമയം കള്ളപ്പണം മാറ്റാൻ കോൺഗ്രസിന് അവസരം നൽകിയെന്നും സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. CPMലെ ഒരു വിഭാഗം ഇതിന് സഹായിച്ചുവെന്നും പോലീസിൻ്റെ അനാസ്ഥയാണ് തൊണ്ടി മുതൽ പിടികൂടാത്തതിന് കാരണമെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ പ്രതി ചേർക്കപ്പെട്ട കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ അധ്യക്ഷ PP ദിവ്യക്കെതിരെ നടപടിയെടുക്കാൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് അടിയന്തര ഓൺലൈൻ യോഗത്തിൽ അനുമതി നൽകി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. പാർട്ടി പദവികളിൽ നിന്നും ദിവ്യയെ നീക്കണമെന്ന് ജില്ലാ കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു. ദിവ്യയുടേത് ഗുരുതര വീഴ്ചയാണെന്നായിരുന്നു ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. ഇരിണാവ് കമ്മിറ്റി ബ്രാഞ്ചിലേക്കാണ് ദിവ്യയെ തരം താഴ്ത്തിയത്. ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യയുടെ ജാമ്യാപേക്ഷയിൽ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. ഒക്ടോബർ 29-നാണ് ദിവ്യ അറസ്റ്റിലായത്. 11 ദിവസമായി കണ്ണൂർ വനിതാ ജയിലിൽ റിമാൻഡിലാണ് ദിവ്യ. മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടനാപരമായ അവകാശമാണെന്നും നിയന്ത്രിക്കാനാവില്ലെന്നും വ്യക്തമാക്കി ഹൈക്കോടതി. മാധ്യമങ്ങളെ നിയന്ത്രിക്കണമെന്ന ഹർജി തീർപ്പാക്കിയാണ് ഹൈക്കോടതി ഉത്തരവ്. അതേസമയം ക്രിമിനൽ കേസുകളിൽ ആരെയും കുറ്റക്കാരെന്നോ നിരപരാധിയെന്നോ ചിത്രീകരിക്കുന്ന നിലയിൽ വാർത്തകൾ നൽകുന്നത് ഒഴിവാക്കണമെന്നും വ്യക്തി സ്വാതന്ത്ര്യം ഹനിക്കുന്ന നടപടികൾ മാധ്യമങ്ങളിൽ നിന്നുണ്ടായാൽ കോടതിയെ സമീപിക്കാനുള്ള അവകാശം ഭരണഘടനയും നിയമവും നൽകുന്നുണ്ടെന്നും മാധ്യമ ഇടപെടലിൽ പേര് കളങ്കപ്പെടുന്നുവെന്ന് തോന്നിയാൽ ആവലാതിക്കാരന് കോടതിയെ സമീപിക്കാവുന്നതാണെന്നും കോടതി വ്യക്തമാക്കി. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാരത്തിനുമുള്ള മാധ്യമങ്ങളുടെ അവകാശം നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന ഹൈക്കോടതി വിധി മാധ്യമ സ്വാതന്ത്ര്യത്തിനൊപ്പം ജനാധിപത്യ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്നതാണെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ പറഞ്ഞു. മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടനാപരമായ അവകാശമാണെന്ന 5-അംഗ വിശാല ബെഞ്ചിൻ്റെ ഉത്തരവ് ഏറെ സ്വാഗതാർഹമാണെന്നും KUWJ വ്യക്തമാക്കി.
കോൺഗ്രസിൻ്റെ മതനിരപേക്ഷ മുഖംമൂടി പൂർണ്ണമായും അഴിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് വയനാട് ഉപതെരഞ്ഞെടുപ്പിലേതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതികരിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുള്ള സ്ഥാനാർത്ഥിയായിട്ടാണ് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നതെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. സമസ്തയും മുസ്ലിം ലീഗും ഒറ്റക്കെട്ടാണെന്ന് വ്യക്തമാക്കി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ സാദിഖലി ശിഹാബ് തങ്ങളും സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഈ യോജിപ്പ് ഇല്ലാതാക്കാനുള്ള ശ്രമം ചില ഛിദ്രശക്തികൾ നടത്തുന്നുണ്ടെന്നും അത് വിലപ്പോവില്ലെന്നും കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് സുവർണ ജൂബിലി ഉദ്ഘാടന ചടങ്ങിൽ ഇരുവരും പറഞ്ഞു. ഇത് മുസ്ലിം സമൂഹം പ്രതിഷേധം ഉയർത്തി തുടങ്ങിയിട്ടുണ്ട്. കേന്ദ്ര ഏജൻസിയായ പൊസോ കടുത്ത നിയമം പിൻവലിച്ചില്ലെങ്കിൽ തൃശൂർ പൂരം വെടിക്കെട്ട് മായക്കാഴ്ചയാകുമെന്ന് മന്ത്രി കെ രാജൻ. പൊസോയുടെ നിബന്ധനകൾ പൂരപ്പറമ്പ് കാലിയാക്കുമെന്നും നിബന്ധനകൾ തയ്യാറാക്കിയവർക്ക് പൂരങ്ങളെക്കുറിച്ച് അറിയില്ലെന്നും മന്ത്രി പറഞ്ഞു. പൂരം തൃശൂരിൻ്റെ വികാരമാണെന്നും ആനകളെ എഴുന്നള്ളിക്കുന്നതിന് അമിക്കസ് ക്യൂറി പറഞ്ഞ നിർദ്ദേശങ്ങൾ അപ്രായോഗികമാണെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. G7 ഉച്ചകോടിയിലെ പ്രതിനിധി സംഘത്തിൽ സുരേഷ് ഗോപിയെ ഉൾപ്പെടുത്തിയതിനൊപ്പം പാർലമെന്റ് സമ്മേളനത്തിലെ മസ്റ്ററിംഗ് ചുമതലയും സുരേഷ് ഗോപിയെ ഏൽപ്പിച്ചുവെന്നാണ് വിവരം. കേരളത്തിലെ വഖഫ് വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സുരേഷ് ഗോപിക്ക് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം കേന്ദ്രമന്ത്രി പദവിയിലിരിക്കെ സിനിമാഭിനയം വേണ്ടെന്നാണ് സുരേഷ് ഗോപിയോട് വ്യക്തമാക്കിയിരിക്കുന്നത്. വധശിക്ഷ ഒഴിവായി മോചനത്തിനുള്ള നടപടികൾ പൂർത്തിയാകുന്നതും കാത്ത് സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശിയായ റഹീം സൗദിയിൽ എത്തിയ ഉമ്മയടക്കമുള്ള കുടുംബത്തിനെ നേരിൽ കണ്ടില്ല. അതേസമയം വീഡിയോ കോൾ വഴി റഹീം കുടുംബവുമായി സംസാരിച്ചു. റിയാദിൽ നിയമസഹായ സമിതിയെ അറിയിക്കാതെ ചില വ്യക്തികൾ വഴിയാണ് കുടുംബം എത്തിയിരുന്നതെന്നും ഇക്കാരണത്താൽ റഹീം കുടുംബത്തെ കാണാൻ തയ്യാറായില്ലെന്നുമാണ് സൂചന. തങ്ങളെ അറിയിക്കാതെ കുടുംബം സൗദിയിൽ എത്തിയതിൽ നിയമസഹായ സമിതിയും അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. റഹീമിൻ്റെ കേസ് അടുത്ത 17-നാണ് കേസ് കോടതി വീണ്ടും പരിഗണിക്കുക. ആൻറ്റിബയോട്ടിക്കുകളുടെ അനാവശ്യവും അശാസ്ത്രീയവുമായ ഉപയോഗം തടയാൻ സംസ്ഥാന വ്യാപകമായി വിവിധ തരത്തിലുള്ള അവബോധ പരിപാടികൾ നടത്തിവരുന്നതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ആൻറ്റിബയോട്ടിക്കുകൾ തിരിച്ചറിയാൻ അവ നീല നിറത്തിലുള്ള പ്രത്യേക കവറുകളിൽ നൽകാനുള്ള പദ്ധതിയും ആരംഭിച്ചു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയുടെ ഏറ്റവും വലിയ വാട്ടർ പ്യൂരിഫയർ സെയിൽസ് ആരംഭിച്ചു. ബോർവെള്ളം, ഫിൽട്ടർ വെള്ളം, കിണർ വെള്ളം എന്നിവ കോംബോ ഓഫർ വഴി നല്ല വെള്ളമാക്കാം. തുക തവണകളായി അടക്കാൻ EMI സൗകര്യം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പി 9447151447. താങ്ക് യു.